ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ RBIയുടെ 90ാം വാർഷിക ആഘോഷ പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സജീവം. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കനത്ത നാശനഷ്ടമുണ്ടായ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ടോസ് നേടിയ രാജസ്ഥാൻ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്ങനെ വന്നാൽ ആഗോള ഘടകങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കാര്യമായി ബാധിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുംബൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാം വാർഷിക ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ കേന്ദ്ര സർക്കാരും RBIയും സ്വീകരിച്ച നടപടികളിലൂടെ രാജ്യത്തെ ബാങ്കിംഗ് മേഖല ലാഭകരമാക്കാൻ സാധിച്ചതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. പൊതുമേഖലാ ബാങ്കുകളുടെ പുനരുജ്ജീവനത്തിനായി സർക്കാർ 3.5 ലക്ഷം കോടി രൂപയുടെ മൂലധനം നിക്ഷേപിച്ചതായും പ്രധാനമന്ത്രി അറിയിച്ചു. RBI ഗവർണർ ശക്തികാന്ത ദാസ്, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയവർ RBIയുടെ വാർഷിക ആഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്തു. റിസർവ് ബാങ്കിന് ഉണ്ടാകുന്ന പരിണാമം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. കോവിഡ് മഹാമാരിയുടെ സമയത്ത് സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി RBI സ്വീകരിച്ച നടപടികളെ കേന്ദ്ര ധനമന്ത്രി അഭിനന്ദിച്ചു. റഷ്യ യുക്രൈൻ സംഘർഷ കാലത്തെ പണപ്പെരുപ്പവും ഫോറക്സ് വിപണിയിലെ ചാഞ്ചാട്ടവും പരിഹരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സഹായിച്ചതായും അവർ പറഞ്ഞു. ധനകാര്യ സഹമന്ത്രി ഭഗവത് കിഷൻ റാവു കരാട്ട്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സജീവം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട സമയം കഴിഞ്ഞതോടെ മത്സര ചിത്രം തെളിഞ്ഞു. 2ാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുകയാണ്. പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളും സജീവമായി തുടരുന്നുണ്ട്. കേരളത്തിലും വേനൽ ചൂടിനെ അവഗണിച്ച് 3 മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനുള്ള സമിതി ഇന്ന് ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് യോഗം ചേർന്നു. പാർട്ടിയുടെ പ്രകടന പത്രികയെക്കുറിച്ച് സമിതി ചർച്ച ചെയ്തു. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള 27 അംഗ സമിതിയുടെ ആദ്യ യോഗമാണ് ഇന്ന് നടന്നത്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണ് സമിതിയുടെ കൺവീനർ. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. തെലങ്കാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാണ് യോഗം ചേർന്നത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാവ് സോണിയാഗാന്ധി, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 89 മണ്ഡലങ്ങളിലേക്ക് വ്യാഴാഴ്ച വരെ പത്രിക സമർപ്പിക്കാം. 5ാം തീയതി സൂക്ഷ്മ പരിശോധന നടക്കും. 8ാം തീയതി വരെ പത്രിക പിൻവലിക്കാം. 2ാം ഘട്ടത്തിൽ ഈ മാസം 26 വോട്ടെടുപ്പ്. BJPക്കെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒത്തുകളി ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് BJP. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ഹർദീപ് സിംഗ് പുരിയുടെ നേതൃത്വത്തിലാണ് വിഷയം കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. EVMകളും ഒത്തുകളിയും കേന്ദ്ര ഏജൻസികളും ഇല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയിക്കാൻ ആവില്ലെന്ന് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രതിപക്ഷ റാലിയിൽ പങ്കെടുക്കവെ ശ്രീ രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. സ്ത്രീകൾക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് BJP MP ദിലീപ് ഘോഷിനെയും കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേതിനെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശാസിച്ചു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ BJP MP ദിലീപ് ഘോഷ് നടത്തിയ പ്രസ്താവനയെ ശക്തമായി അപലപിച്ച കമ്മീഷൻ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ പരസ്യമായി സംസാരിക്കുന്നതിൽ ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പ് നൽകി. BJP ലോക്സഭാ സ്ഥാനാർത്ഥി കങ്കണ റണാവത്തിനെതിരായ അപകീർത്തികരമായ പരാമർശങ്ങളുടെ പേരിലാണ് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേതിന് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി കോടതി ഈ മാസം 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇഡി കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് റൌസ് അവന്യൂ കോടതിയുടെ ഉത്തരവ്. കഴിഞ്ഞ മാസം 21-നാണ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. കടമെടുപ്പ് പരിധിയിലെ കേരളത്തിന്റെ പ്രധാന ഹർജി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. കൂടുതൽ കടമെടുക്കാൻ കേരളത്തിന് നിലവിൽ അനുവാദമില്ല. തൽക്കാലം കടമെടുക്കാൻ കേന്ദ്ര നിബന്ധന പാലിക്കണം. ഭരണഘടനയുടെ 293-ാം അനുച്ഛേദം ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും അതിനാൽ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടതുണ്ടെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ആകാശവാണി ഒരു സംസ്കാരമാണെന്ന് സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75-ാം വാർഷിക ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ആകാശവാണി അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സത്യത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആകാശവാണി മികച്ച ഗുരുവാണെന്നും ശ്രീ ജോർജ് ഓണക്കൂർ പറഞ്ഞു. ചരിത്രകാരനും അധ്യാപകനുമായ MG ശശിഭൂഷൺ മുഖ്യപ്രഭാഷണം നടത്തി. സ്വരസുധാ സാന്ത്വനം പകർന്നു നൽകുന്ന ആകാശവാണിയിലൂടെയാണ് മലയാളം മനോഹരമായി ഉച്ചരിക്കാൻ പഠിച്ചതെന്ന് ശ്രീ ശശിഭൂഷൺ പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി KS സുബ്രഹ്മണ്യ അയ്യർ, പ്രോഗ്രാം മേധാവി B ശിവകുമാർ, പ്രാദേശിക വാർത്താ വിഭാഗം മേധാവി AM മയൂഷ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയും ഇടിമിന്നലും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊടുങ്കാറ്റിൽ കനത്ത നാശനഷ്ടമുണ്ടായ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്. കനത്ത മഴയിലും കാറ്റിലും നാശനഷ്ടമുണ്ടായ പശ്ചിമബംഗാൾ, അസം, മണിപ്പൂർ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശയവിനിമയം നടത്തി. ദുരന്തബാധിത മേഖലകളിൽ സാധ്യമായ എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ച കേന്ദ്രമന്ത്രി പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നതായും പറഞ്ഞു. വരും ദിവസങ്ങളിൽ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജമ്മുകശ്മീർ, ലഡാക്ക്, മുസഫറാബാദ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും ഈ മാസം 6 വരെ ഇടിമിന്നലോടുകൂടിയ മഴയോ മഞ്ഞുവീഴ്ചയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലും നേരിയ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരള തീരത്ത് ഉയർന്ന തിരമാലയും കടലാക്രമണവും ഒരു ദിവസം കൂടി തുടരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ് വ്യാപകമായ രീതിയിലുള്ള കടലാക്രമണത്തിന് കാരണം. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലെ ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ രാജസ്ഥാൻ മുംബൈയെ ബാറ്റിംഗിന് അയച്ചു. നിലവിൽ മുംബൈ പോയിന്റ് പട്ടികയിൽ ഏറ്റവും പിന്നിലാണ്. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് FC മുംബൈ സിറ്റിയെ നേരിടുന്നു. ഹൈദരാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 363 പോയിന്റ് ഉയർന്ന് 74,015-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 22,462-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ RBIയുടെ 90-ാം വാർഷിക ആഘോഷ പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സജീവം. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കനത്ത നാശനഷ്ടമുണ്ടായ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ടോസ് നേടിയ രാജസ്ഥാൻ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.